ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. ശാലിനി ശാരികയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ കാണുന്നത് ശാരിക ബാലേന്ദ്രനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതാണ്. വിഷ്ണുവിനെയും ശാരദാമ്മയും പോലീസ് വിട്ടയച്ച കാര്യം ബാലേന്ദ്രൻ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ അത് കേട്ടു നിൽക്കുകയാണ് ശാരിക. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കേസിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേനെ. ഇപ്പോൾ ശാരികയ്ക്ക് എന്നോട് താല്പര്യമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാനിനി ഇതിന്റെ പിന്നാലെ നടക്കുന്നില്ല. അത്രയും പറഞ്ഞ് ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്യുമ്പോൾ ശാലിനിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരിക. ആരാ ശാരികച്ചി ഹോട്ടൽ കത്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ കത്തിച്ചതെന്ന് ശാരിക ചോദിക്കുന്നു. ആരാ കത്തിച്ചതെന്ന് ഞാനിപ്പോ തെളിയിച്ചു തരട്ടെ, ശാരികച്ചിയുടെ ഫോണിങ് തന്നെ. ഞാൻ തരില്ലെന്ന് ശാരിക പറയുമ്പോൾ ശാരികയുടെ കയ്യിൽ നിന്നും ബലമായി ഫോൺ വാങ്ങാൻ ശ്രമിക്കുകയാണ് ശാലിനി. അതേസമയം വിഷ്ണുവും ശാരദാമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. ജീപ്പിന്റെ ശബ്ദം കേട്ടയുടൻ തന്നെ ശാലിനി പറയുകയാണ് വിഷ്ണുവേട്ടൻ വന്നെന്ന് തോന്നുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ കഥയിൽ തന്റെ തല സ്വയം ഇടിപ്പിക്കുകയാണ് ശാരിക. തുടർന്ന് ശാരിക അവിടെ നിന്ന് അലറിക്കരയാൻ തുടങ്ങുമ്പോഴേക്കും എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ശാരദാമ്മയും ശ്യാമയും വിഷ്ണുവും കൂടി വരികയാണ്. ഇവള് എന്റെ വിഷ്ണുവേട്ടനെയും അമ്മയെയും ഞാൻ ജയിലിലാക്കിയെന്ന് പറഞ്ഞ് എന്റെ തല ഇവിടെ പിടിച്ചിടിപ്പിച്ചു. അകത്തേക്ക് കയറി വരുന്ന വിഷ്ണുവും ശാരദാമ്മയും ശാരികയുടെ തലയിൽ നിന്നും രക്തമൊലിക്കുന്നത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്നാലും കുഞ്ഞച്ചി ഇങ്ങനെ ചെയ്യണ്ടായിരുന്നെന്ന് ശ്യാമ പറയുമ്പോൾ ശാരദാമ്മയും ചോദിക്കുകയാണ് എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? അമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ശാലിനി പറയുന്നു. വിഷ്ണുവേട്ടനെങ്കിലും മനസ്സിലാക്കെന്ന് പറയുമ്പോഴേക്കും വിഷ്ണു ശാലിനിയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. ഞാൻ പലവട്ടം തന്നോട് പറഞ്ഞിട്ടുള്ളതാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ചെല്ലരുതെന്ന്. എത്ര പറഞ്ഞാലും എന്താ തനിക്ക് മനസ്സിലാകില്ലേ എന്ന് വിഷ്ണു ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ശാലിനി. തുടർന്ന് സംസാരിക്കാനൊന്നും ഇപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് വിഷ്ണുവും അവിടെ നിന്നിറങ്ങുന്നു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് ശാരദാമ്മ ശാരികയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പൊയ്ക്കോണം അപ്പുറത്ത്, എന്റെ കൺമുന്നിൽ ഒരൊറ്റൊരാളും വന്നു പോകരുതെന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ശാരിക തന്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ശാലിനിയുടെ പിന്നാലെ ചെല്ലുന്നതാണ്. വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ശാലിനി പൊട്ടിക്കരയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. വിഷ്ണുവും ശാലിനിയും തിരികെ വീട്ടിലേക്ക് വരാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഭാമ. എന്റെ ഭാമേ, നീ അവരെ അതിന് എങ്ങനെയാ വിളിച്ചത്? വരാനാണോ പറഞ്ഞത്? അല്ലല്ലോ, നീ വരുന്നുണ്ടോ എന്നല്ലേ നീ വിഷ്ണുവിനോട് ചോദിച്ചത്? പിന്നെ അവൻ എങ്ങനെ വരാനാ? നീ അവരെ ഇവിടെ നിന്ന് എങ്ങനെ ഇറക്കി വിട്ടതെന്നും കൂടി നീ ഓർക്കണം. നിന്റെ മോനും അഭിമാനത്തിനൊട്ടും പുറകിലല്ലെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഭാമ പറയുകയാണ് ശാലിനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ 100 വട്ടം സമ്മതമാണ്. പിന്നെ അവൻ എന്താ വന്നാല്? ഭാമേ, നീ സത്യസന്ധമായി ആഗ്രഹിക്കുന്നുണ്ടോ അവരിങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിലെന്ന്? ഇത് കേൾക്കുന്ന ഭാമ ദേഷ്യത്തോടെ പറയുകയാണ് എനിക്ക് ഹനുമാൻ ചെയ്തതുപോലെ നെഞ്ചു പിളർന്ന് കാണിക്കാനൊന്നും പറ്റില്ല രാഘവേട്ട. എന്റെ ഉള്ളിൽ നിന്നും ഇത്രയൊക്കെ പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ദേഷ്യത്തോടെയും വിഷമത്തോടെയും മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാഘവൻ നായരും അർജുനും കൂടി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. ഭാമയ്ക്ക് നിങ്ങൾ രണ്ടുപേരെയും തിരികെ വിളിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നും അവള് അതേറെ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് മോൻ തിരിച്ചു വരണമെന്നും രാഘവൻ നായർ പറയുകയാണ്. എത്രയും പെട്ടെന്ന് മോൻ ഇതിനൊരു മറുപടി തരണം. മറുപടി പോസിറ്റീവ് ആകണമെന്ന അച്ഛന്റെ ആഗ്രഹമെന്ന് രാഘവൻ നായർ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിക്കാതെ ഒരു തീരുമാനം പറയാൻ സാധിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനിയോട് രാഘവൻ നായർ പറയുകയാണ് മോള് കൊണ്ടുവരുമോ വിഷ്ണുവിനെ വീട്ടിലേക്ക്? മോളുടെ ഉറപ്പ് കിട്ടിയ അത് അച്ഛന് ധാരാളമാണെന്ന് രാഘവൻ നായർ പറയുമ്പോൾ രാഘവൻ നായരുടെ കയ്യിലേക്ക് സത്യം ചെയ്തു കൊടുക്കുകയാണ് ശാലിനി. ഏതു വിധേനയും ഞാൻ വിഷ്ണുവേട്ടനെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഇത് ശാലിനി അച്ഛന് തരുന്ന വാക്കാണ്. ഇത് കേൾക്കുന്ന രാഘവൻ നായർക്ക് അർജുനും സന്തോഷമാകുന്നു. അതേസമയം ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് വിഷ്ണു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.